ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം മറ്റൊരു UFC മേളം വരാൻ പോവാണല്ലോ. ഷോൺ ഒമേലി വേഴ്സസ് മെറാബ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക ചാനലിനെ. നിങ്ങൾ എഴുതുന്ന കമൻറ്റുകളെല്ലാം നമ്മൾ വായിക്കാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക, കാരണം അവിടെ ഒരുപാട് ഹോട്ട് ആക്ഷൻസ്, ഇന്ത്യൻ MMA സീനൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിൻ്റെ പേരും ഡീറ്റെയിൽസുമൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. Deepak_Ashokan UFC മലയാളം. പിന്നെ നമുക്കിപ്പോൾ ഇതിലേക്ക് വരാം, ഷോൺ ഒമേലി മെറാബ്. അപ്പോൾ ഒരുപാട് പേര് പ്രഡിക്ഷൻസ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് പ്രഡിക്ഷൻ ഒന്നുമല്ല, ഡിസ്കഷൻ. കാരണം ഈ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് ജയിക്കുമായിരിക്കും എന്നൊക്കെ നമ്മൾ പറയണം. ഒരിക്കലും പോസിബിൾ അല്ല. അതിപ്പോൾ ആരെങ്കിലും ഇപ്പോൾ ഞാൻ പറഞ്ഞത് പലപ്പോഴും തെറ്റിപ്പോകാറുണ്ട്, പലപ്പോഴും ശരിയായിട്ടുണ്ട്. ഇനി തെറ്റിപ്പോകുന്നത് സ്വാഭാവികം, ശരിയാവുന്നതും കറക്കി കുത്തിയതാണെന്നേ കുറച്ച് അനാലിസിസൊക്കെ നടത്തിയത് നമ്മൾ. അതൊന്നും ആർക്കും പറയാൻ. കാരണം ഈ ഫൈറ്റേഴ്സ് എല്ലാവരും തന്നെ, നമ്മൾ മനുഷ്യരുടെ കേസും അങ്ങനെ തന്നെ, അവർ ഓരോരുത്തരും കടന്നു പോയിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ, ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ, ഇനി കടന്നു പോകാനിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ, ഇതൊന്നും ആർക്കും പറയാൻ പറ്റില്ല. അതിനനുസരിച്ചിട്ടായിരിക്കും ഫൈറ്റും പെർഫോമൻസും ഒക്കെ. അത് ഫൈറ്റർ ആയാലും നമ്മളായാലും ഡിസ്കഷൻ നടത്താൻ പറ്റും. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ഈ പറയുന്ന ഷോൺ ഒമേലി മെറാബിൻ്റെ കാര്യത്തിലൊക്കെ റിസർച്ച് നടത്തുമായിരുന്നു. അത് കുറച്ച് ഷെയർ ചെയ്യാം. അപ്പോൾ തുടക്കം തന്നെ ഷോൺ ഒമേലി ചാമ്പ്യൻ ആണല്ലോ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. ഞാൻ പറയുന്നത് ഷോൺ ഒമേലി ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പുള്ളി നാച്ചുറലി ബ്ലെസ്ഡ് ആണ്. അതായത് നല്ല ഹൈറ്റ്, റീച്ച്, ഇതൊക്കെ ആ ഒരു ഹൈറ്റാണ്. ഈ പ്രത്യേകിച്ച് ഈ വെയിറ്റ് കാറ്റഗറിയിൽ, അദ്ദേഹം ഇപ്പോൾ ഫൈറ്റ് ചെയ്യുന്ന ഈ വെയിറ്റ് കാറ്റഗറിയിൽ ഹൈറ്റ് ഒരു നല്ല അഡ്വാൻറ്റേജ് ആണ് പുള്ളിക്ക്. അപ്പോൾ രണ്ടാമത്തെ കേസാണ് അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അതായത് ഫൈറ്റ് ഐക്യൂവിൻ്റെ കേസിൽ ഞാൻ ഷോൺ ഒമേലിക്ക് ഓൾമോസ്റ്റ് 80 കൊടുക്കും. 70 മെറാബിന് ഞാൻ 30 കൊടുക്കും. ഐക്യു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ല, ബുദ്ധി. അപ്പോൾ ഈ ബുദ്ധി നമുക്ക് എല്ലാവർക്കും ഉണ്ട്, അതിബുദ്ധിയൊക്കെ ഉണ്ട്. പക്ഷേ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ബുദ്ധി പ്രയോഗിക്കാൻ പറ്റത്തില്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, ഒരു ഫൈറ്റ് നടക്കുന്ന സമയത്ത് ആർക്കാണോ ബുദ്ധി പ്രയോഗിക്കാൻ പറ്റുന്നത് അവരാണ് യഥാർത്ഥ ഫൈറ്റർ. കാരണം ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ടെൻഷനിലായിരിക്കുമല്ലോ, നമ്മൾ ആ ഒരു പിരിമുറുക്കത്തിലായിരിക്കും. അപ്പോൾ അതിനിടയ്ക്ക് റിലാക്സ്ഡ് ആയിട്ട് ബുദ്ധി ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ഓൺ ദ സ്പോട്ട് പ്ലാനുകൾ മാറ്റി അഡ്ജസ്റ്റ് ചെയ്ത് എതിരാളിയുടെ വീക്ക്നെസ് സ്പോട്ട് ചെയ്ത് അറ്റാക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതാണ് സ്നൈപ്പർ എന്നൊക്കെ പറയുന്നത്. സ്നൈപ്പർ എന്ന് പറഞ്ഞാൽ ഷാർപ്പ് ഷൂട്ടർ. സ്നൈപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൂരെ നിന്ന് ലോങ് റേഞ്ച് ഷൂട്ടേഴ്സൊക്കെ ഇല്ലേ, അതുപോലെയാണ് ഷോൺ ഒമേലിനെ വിളിക്കുന്നത്. അപ്പോൾ ആ കേസിൽ അതൊരു പുള്ളിയുടെ അഡ്വാൻറ്റേജ് ആണ്. അത് വെച്ചിട്ടായിരിക്കണം പുള്ളി ഇത് ചെയ്യുക. ഇനി ഷോൺ ഒമേലിയുടെ റെസ്ലിംഗ് ഞാൻ പറയുമ്പോൾ ഞാൻ ഷോൺ ഒമേലിക്ക് ഒരു 30 കൊടുക്കും, മെറാബിന് 70 കൊടുക്കും. അല്ലെങ്കിൽ ഷോൺ ഒമേലിക്ക് ഒരു 20 കൊടുക്കാം, മെറാബിന് 80 കൊടുക്കേണ്ടി വരും. റെസ്ലിംഗ് ഞാൻ പറയാം, അതിലേക്കാണ് ഞാൻ വരുന്നത്. ഇനി ഗ്രാപ്ലിംഗ് എന്ന് പറയുമ്പോഴും ഞാൻ ഷോൺ ഒമേലിക്ക് ഒരു 40 കൊടുക്കും, 30-40. മെറാബിന് ഒരു 70-60 കൊടുക്കേണ്ടി വരും. ഇതൊക്കെയാണ് ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഷോൺ ഒമേലി ചാമ്പ്യനാണ്. സ്റ്റാൻഡപ്പ് ഓൾറെഡി പുള്ളി അരച്ച് കലക്കി വെച്ചിട്ടുണ്ടായിരിക്കും ഈ ഫൈറ്റിന് വേണ്ടിയിട്ട്. ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹം, എനിക്കറിയത്തില്ലല്ലോ, ഇനി നമുക്കറിയത്തില്ല, അദ്ദേഹം നല്ല രീതിയിൽ റെസ്ലിംഗ് ആൻഡ് ഗ്രാപ്ലിംഗ് ട്രെയിനിങ്ങും നടത്തിയിട്ടുണ്ടായിരിക്കാം. കാരണം പുള്ളിയുടെ അടുത്തിടയ്ക്ക് കുറച്ച് ട്രെയിനിങ് വീഡിയോസൊക്കെ ഞാൻ കണ്ടിരുന്നു. പുള്ളി അതിനകത്ത് സ്റ്റാൻഡപ്പാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അത് കണ്ണിൽ പൊടിയിടാനുള്ള ഒരു സൂത്രമാണോ എന്നറിയത്തില്ല. പുള്ളി ഗ്രാപ്ലിംഗ് റെസ്ലിംഗ് ഒന്നും ട്രെയിൻ ചെയ്യുന്ന കാണിക്കുന്നില്ല. ഓക്കെ, ഇനി അപ്പോൾ നിങ്ങൾ പലവരും വിചാരിക്കുന്നത് എന്താണ് റെസ്ലിംഗ്, ഗ്രാപ്ലിംഗ്? അതിലേക്കാണ് ഞാൻ വരാൻ പോകുന്നത്. മെറാബ്. ഇനി മെറാബിൻ്റെ കേസിൽ ഒരു രസകരമായിട്ടുള്ള കാര്യമുണ്ട്. ഓൾമോസ്റ്റ് ഒരു 95, 96, 97% ആളുകളും, അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആളുകൾ മെറാബിനെ എഴുതി തള്ളിക്കഴിഞ്ഞു. കാരണം ഷോൺ ഇതും ജയിക്കും, മെറാബ് പോയി തീർന്നു എന്നുള്ളതാണ്. മെറാബ് ജോർജിയയിൽ നിന്നാണ്. മെറാബിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യമായിട്ട് ആളുകൾക്ക് അറിയത്തില്ല. അതാണ് ഞാൻ റിസർച്ച് എന്ന് പറഞ്ഞത്. ഞാൻ റിസർച്ച് നടത്തി. മെറാബ് വളരെയധികം കഷ്ടപ്പാടുകളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഈ ഫൈറ്റേഴ്സ് എല്ലാവരും തന്നെ കഷ്ടപ്പാടുകളിൽ നിന്നാണ് വരുന്നത്. പക്ഷേ ഒരു ലെവൽസ് ഉണ്ടായിരിക്കുമല്ലോ. ആ ലെവൽ ഓഫ് കഷ്ടപ്പാട് എന്ന് പറയുമ്പോൾ മെറാബിന് വളരെ കൂടുതലായിരുന്നു. ജോർജിയ ആ സമയത്ത് റഷ്യ ഇപ്പോഴും പ്രശ്നങ്ങളിലാണല്ലോ, യുക്രൈനുമായിട്ടൊക്കെ. അത് ആ സമയത്തും പ്രശ്നമായിരുന്നു.
പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഒരുപാട് ബുദ്ധിമുട്ടുകളായിരുന്നു. അത് മെറാബ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം ആ കഷ്ടപ്പാടിനിടയിലും പുള്ളി സാംബോ, റഷ്യൻ മാർഷൽ ആർട്ട് സാംബോ, പിന്നെ ജൂഡോ, റെസ്ലിംഗ്, ഇതാണ് മെയിൻലി പുള്ളി അവിടെ പയറ്റിത്തെളിഞ്ഞെന്ന് തന്നെ പറയണം. പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി കാണണം, എനിക്കറിയില്ല, അദ്ദേഹത്തിന് മനസ്സിലായി കാണാൻ അവിടെ വലിയ ഫ്യൂച്ചർ ഇല്ല, ന്യൂയോർക്കിലേക്ക് മാറി. അതൊക്കെയാണ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അദ്ദേഹം ന്യൂയോർക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് വേണ്ടി. അപ്പോൾ അദ്ദേഹം ന്യൂയോർക്കിൽ എത്തിയ ഉടനെ മെയിൻ ഉദ്ദേശം എന്നാണ് ജീവിതം നന്നാക്കുക എന്ന് മാത്രമല്ല, മാർഷൽ ആർട്സ്, മിക്സ്ഡ് മാർഷൽ ആർട്സ്. അങ്ങനെ പുള്ളി മാട്സറയൊക്കെ ആയിരുന്നു, നിങ്ങൾക്ക് അറിയാമായിരിക്കും, അവരായിരുന്നു കോച്ച് എന്ന് പറയുന്നത്. അങ്ങനെ അദ്ദേഹം ഈ ഫോമിലെത്തി. അപ്പം ഈ പറയുന്ന മെറാബിന് ഒരു വട്ടപ്പേരുണ്ട്, മെഷീൻ. അദ്ദേഹം ഈ മെറാബ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് കോമാളിത്തരമൊക്കെ കാണിക്കും. അപ്പോൾ ആളുകൾക്ക് കറക്റ്റായിട്ട് പുള്ളിയുടെ അങ്ങോട്ട് ഈ അറിയില്ല ആളുകൾക്ക്. മെറാബിന് വട്ടപ്പേര് മെഷീൻ എന്ന് വിളിക്കാൻ കാരണം എന്താണെന്നറിയാമോ? ഭയങ്കര കാർഡിയോ ആണ്, രാക്ഷസ ലെവൽ കാർഡിയോ ആണ് പുള്ളിക്ക്. ഞാൻ നോക്കിയട്ടെ, പുള്ളിയുടെ UFC തന്നെ, ഈ കമ്പനി തന്നെ ഒരു വർഷം മുമ്പ് മെറാബിൻ്റെ ഒരു 52 ടേക്ക് ഡൗൺസ് ഇട്ടിട്ടുണ്ട് പല ആളുകൾക്ക്. മെറാബ് ഞാൻ പറയട്ടെ ഒരു മിനി വെർഷനാണ് ഹബീബിൻ്റെ. ആ രീതിയിലൊക്കെയാണ് ഫൈറ്റിങ്. പുള്ളിക്ക് ക്ഷീണമില്ലാതെ പുള്ളി ടേക്ക് ഡൗൺ ചെയ്ത് കളയും. ഒരു ടേക്ക് ഡൗൺ സക്സസ്ഫുൾ ആയില്ലയോ, അടുത്ത ടേക്ക് ഡൗൺ, അങ്ങനെ നിരന്തരം ടേക്ക് ഡൗൺ ചെയ്ത്. പിന്നെ പുള്ളി ഈ നിവിൻ പോളിയുടെ ഡയലോഗ് ഉണ്ടല്ലോ, തന്നെ വഴി വെട്ടി വന്നവനാണെന്ന് പറയത്തില്ലേ, അതേപോലെ തന്നെയാണ് മെറാബും. ഒരുപാട് പേരെ, വമ്പന്മാരെ, അത് ഹോസെ ഹാൾഡോ, പീറ്റർ യാൻ, ഹെൻറി സെഹൂഡോ, അങ്ങനെ ഒരുപാട് പേരെ വെട്ടിയാണ് ഷോൺ ഒമേലി പോലെ തന്നെ വന്നിട്ടുള്ളത്. അധികം ആളുകൾക്ക് അങ്ങോട്ട് ശ്രദ്ധിക്കത്തില്ല, ഷോൺ ഒമേലി ആ ശ്രദ്ധ ഫുള്ള്. അപ്പം മെറാബിൻ്റെ റെസ്ലിംഗ്, നോൺ സ്റ്റോപ്പ് റെസ്ലിംഗ്, ഈ റെസ്ലിംഗ് ചെയ്യാനായിട്ട് ഒരുപാട് കാർഡിയോ വേണം, കാർഡിയോ. അത് മെറാബിനുണ്ട്. അതാണ് വട്ടപ്പേര് മെഷീൻ എന്ന് പറയുന്നത്. ടയേർഡ് ആവത്തേ ഇല്ല പുള്ളി. പിന്നെ ഈ ഷോൺ ഒമേലിക്കും ഞാൻ ടയേർഡ് ആവുന്ന കണ്ടിട്ടില്ല. അതൊരു ഇതാണ്. അപ്പോൾ ഈ ഫൈറ്റ് മൊത്തത്തിൽ എങ്ങനെ പോകുമായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഒരു ചെറിയൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെറാബിന് ഷോണിൻ്റെ കൂടെ സ്റ്റാൻഡപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. എന്തിനാണ്? വൈ? അത് മെറാബിനെ അറിയാമേ. മെറാബ് എനിക്ക് തോന്നുന്നു ഇതൊരു നല്ല ഫൈറ്റാണ് സ്റ്റൈലിസ്റ്റിക്കലി. കാരണം ഷോൺ സ്റ്റാൻഡപ്പിന് ഉള്ള ആ ഒരു IQ കാണിക്കാൻ ശ്രമിക്കും, മെറാബ് റെസ്ലിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് താഴേക്ക് കൊണ്ടുവരാൻ നോക്കും, ടേക്ക് ഡൗൺ ചെയ്യാൻ ശ്രമിക്കും, ഗ്രൗണ്ട് ആൻഡ് പൗണ്ടിന് ശ്രമിക്കും. അപ്പോൾ അത് ഷോൺ ഒമേലി എങ്ങനെ ഡിഫെൻഡ് ചെയ്തിട്ട് ഷോൺ ഒമേലിയുടെ ഞാൻ പറഞ്ഞില്ലേ, ഗ്രാപ്ലിംഗ് കൊള്ളാം, അത്യാവശ്യം കൊള്ളാം. അപ്പോൾ അത്യാവശ്യം കൊള്ളാമെന്നുള്ളത് മെറാബിൻ്റെ മുമ്പ് പിടിച്ച് നിൽക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ ഷോൺ ഒമേലിക്ക് ഇഷ്ടപ്പെട്ട ഒരു സബ്മിഷനുണ്ട്, ഗിലിറ്റീൻ. ആ ഗിലിറ്റീൻ പുള്ളി പയറ്റും ഇത്തവണ. കാരണം വേറെ വഴിയില്ലാതെ വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ആ ഗിലിറ്റീൻ അറിയത്തില്ല എന്താണ്, കഴുത്തിൽ പിടിക്കുക എന്നുള്ളത്. നമ്മൾ ഡസ്റ്റിൻ പോറിയറിൻ്റെ ഫ്രണ്ടിൽ കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, അറിയത്തില്ലെങ്കിൽ അത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ മൊത്തത്തിൽ ഇത് മെറാബിനെ അങ്ങ് എഴുതിത്തള്ളാൻ പറ്റത്തില്ല, നല്ല പോരാട്ടം തന്നെയായിരിക്കും. ഇനിയും അവസാനം എൻ്റെ ആഗ്രഹം, പ്രഡിക്ഷൻ അല്ല, എൻ്റെ ആഗ്രഹം മെറാബ് ജയിക്കണമെന്നുള്ളതാണ്. കാരണം മെറാബ് ആ രീതിയിലുള്ള കഷ്ടപ്പാടുകൾ കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. മെറാബ് ജയിക്കണം എന്നാണ്, മെറാബ് ജയിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ റെസ്ലിംഗ് ആൻഡ് ഗ്രാപ്ലിങ്ങിലൂടെ ആണ് ജയിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ബാക്കി കമൻറ്റുകൾ നിങ്ങൾ ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാ പേജ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ, ബൈ.